ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LDCയിൽ കഴിഞ്ഞ ദിവസം തന്നത് ഇന്ത്യയുടെ 3 അയൽ രാജ്യങ്ങളാണ്. പിന്നെ സയൻസിൻ്റെ ഒരു ലെസൺ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ രാവിലെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല. വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ഇടിയും മഴയൊക്കെ ആയിട്ടായിരുന്നു. ഇത്ര ലേറ്റ് ആയത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും 20 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നാളേക്കുള്ള ടോപ്പിക്കും കൂടെ തരാം. എന്തായാലും നിങ്ങൾ എപ്പോൾ ഫ്രീ ടൈം നിങ്ങൾക്ക് ഒരിക്കലും ഫ്രീ ടൈം അല്ല, നിങ്ങൾക്ക് മാക്സിമം റിവൈസ് ചെയ്യാനുള്ളത്. ഒരു കാര്യം എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുള്ളൂ, നിൽക്കുള്ളൂ. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ടോപ്പിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ആ ടോപ്പിക്കിനായിട്ട് കാത്തിരിക്കേണ്ട. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ളത് എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾ റിവൈസ് ചെയ്തോളാം. അപ്പോൾ ചോദ്യം നോക്കാം. ഒന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നീളം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് അല്ലാത്തത് ഏത്? മീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ, ബാർ. 2 താപനിലയുടെ SI യൂണിറ്റ് ഏത്? ഡിഗ്രി സെൽഷ്യസ്, പാസ്കൽ, കെൽവിൻ, ഫാരൻഹീറ്റ്. 3 ബാബറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡൽഹി, കാബൂൾ, ഔറംഗാബാദ്, സൂററ്റ്. 4 തുലിപ് ഏത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ്? നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. 5 അഫ്ഗാനിസ്ഥാൻ സാർക്ക് അംഗമായ വർഷം ഏത്? 2007, 2006, 2005, 2004. 6 ഇന്ത്യ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം? ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, നേപ്പാൾ. 7 ബാംഗബന്ധു ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ്? ന്യൂഡൽഹി, കാബൂൾ, ധാക്ക, കാഠ്മണ്ഡു. 8 ബന്ധൻ എക്സ്പ്രസ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? കൊൽക്കത്ത, കുൽന, കൊൽക്കത്ത, ധാക്ക, ഗുവാഹത്തി, ചിറ്റഗോങ്, കൊൽക്കത്ത, ചിറ്റഗോങ്. 9 ദേശീയ പതാക ചതുരാകൃതിയിലല്ലാത്ത ഏകരാജ്യം ഏത്? ഭൂട്ടാൻ, നേപ്പാൾ, തായ്വാൻ, ബ്രൂണൈ. 10 നേപ്പാളുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബംഗാൾ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്. 11 കോസി നദീതട പദ്ധതിയുമായി സഹകരിച്ച വിദേശ രാജ്യം? ബംഗ്ലാദേശ്, മ്യാൻമാർ, പാകിസ്ഥാൻ, നേപ്പാൾ. 12 സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകിയ ആദ്യ രാജ്യം? ദക്ഷിണാഫ്രിക്ക, നേപ്പാൾ, നെതർലാൻഡ്, ഫിൻലാൻഡ്. 13 ഇന്ത്യൻ കറൻസിയിലെ ഏക വിദേശ ഭാഷ ഏത്? ഇംഗ്ലീഷ്, അറബിക്, ലാറ്റിൻ, നേപ്പാളി. 14 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം ഏത്? സമൃദ്ധി എക്സൈസ്, മിത്രശക്തി, സൂര്യകിരൺ, സാഗർമാത. 15 ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ തലസ്ഥാന നഗരം ഏത്? ന്യൂഡൽഹി, ടോക്കിയോ, ധാക്ക, ലണ്ടൻ. 16 തുലിപ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെ? കിർഗിസ്ഥാൻ, ശ്രീനഗർ, അഫ്ഗാനിസ്ഥാൻ, കാഠ്മണ്ഡു. 17 അഫ്ഗാനിസ്ഥാന്റെ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്നത്? നാഷണൽ പഞ്ചായത്ത്, ജദിയ സംസദ്, ഷൂറ, നെസറ്റ്. 18 ബംഗ്ലാദേശിന്റെ ദേശീയ ഫലം ഏത്? ചക്ക, മാങ്ങ, തേങ്ങ, കൈതച്ചക്ക. 19 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏത്? സിക്കിം, ത്രിപുര, ആസാം, മേഘാലയ. 20 നേപ്പാൾ റിപ്പബ്ലിക്കായ വർഷം ഏത്? 2010, 2006, 2008, 2004. അപ്പോൾ ഇത്രയാണ് 20 ചോദ്യങ്ങൾ. 20 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതിയ ശേഷം ഏതൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കുക. 1 താഴെ കൊടുത്തവയിൽ നീളം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, ബാർ. 2 താപനിലയുടെ SI യൂണിറ്റ് ഏത്? ഓപ്ഷൻ സി, കെൽവിൻ. 3 ബാബറിന്റെ ശവകുടീരം? ഓപ്ഷൻ ബി, കാബൂൾ. 4 തുലിപ് ഏത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ്? ഓപ്ഷൻ ഡി, അഫ്ഗാനിസ്ഥാൻ. 5 അഫ്ഗാനിസ്ഥാൻ സാർക്ക് അംഗമായ വർഷം? ഓപ്ഷൻ എ, 2007. 6 ഇന്ത്യ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം? ഓപ്ഷൻ ബി, ബംഗ്ലാദേശ്. 7 ബാംഗബന്ധു ക്രിക്കറ്റ് സ്റ്റേഡിയം? ഓപ്ഷൻ സി, ധാക്ക. 8 ബന്ധൻ എക്സ്പ്രസ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ എ, കൊൽക്കത്ത, കുൽന. 9 ദേശീയ പതാക ചതുരാകൃതിയിലല്ലാത്ത ഏകരാജ്യം? ഓപ്ഷൻ ബി, നേപ്പാൾ. 10 നേപ്പാളുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ബി, ഉത്തർപ്രദേശ്. 11 കോസി നദീതട പദ്ധതിയുമായി സഹകരിച്ച വിദേശ രാജ്യം? ഓപ്ഷൻ ഡി, നേപ്പാൾ. 12 സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകിയ ആദ്യ രാജ്യം? ഓപ്ഷൻ സി, നെതർലാൻഡ്. 13 ഇന്ത്യൻ കറൻസിയിലെ ഏക വിദേശ ഭാഷ? ഓപ്ഷൻ ഡി, നേപ്പാളി. 14 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം ഏത്? സമൃദ്ധി എക്സ്പ്രസ്. 15 ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ തലസ്ഥാന നഗരം? ഓപ്ഷൻ സി, ധാക്ക. 16 തുലിപ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെ? ഓപ്ഷൻ ബി, ശ്രീനഗർ. 17 അഫ്ഗാനിസ്ഥാന്റെ പാർലമെന്റ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി, ഷൂറ. 18 ബംഗ്ലാദേശിന്റെ ദേശീയ ഫലം? ഓപ്ഷൻ എ, ചക്ക. 19 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ബി, ത്രിപുര. 20 നേപ്പാൾ റിപ്പബ്ലിക്കായ വർഷം? ഓപ്ഷൻ സി, 2008. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക്
20 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതിലൊരു ലെസൺ ബാക്കിയുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം മ്യാൻമാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മ്യാൻമാർ ഇതിലേക്ക് ആഡ് ചെയ്ത് പഠിക്കുക. നാളത്തേക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് മ്യാൻമാർ. പിന്നെ മലയാളത്തിൻ്റെ കോഴ്സിൽ ആകെ 5 ലെസണേ ഉള്ളൂ. ആ 5 ലെസണും നാളെ കംപ്ലീറ്റ്, അത്രേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് നാളെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് പഠിക്കുക. മലയാളം 5 ലെസൺ ഉണ്ട്. ആ 5 ലെസൺ, ഒന്നാമത്തത് ഇൻട്രൊഡക്ഷൻ ആണ്, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെയും, അങ്ങനെ 5 ലെസൺ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ ഏകവചനവും ബഹുവചനവും പറയുന്ന ആ ഒരു കൂട്ടത്തിൽ അവിടെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഈ മലകൾ, നദികൾ, മരങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഏത് ബഹുവചനത്തിൽ പെട്ടതാണ് എന്നുള്ളത് ആ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇവിടെ ഈ പറയുന്നത്. അതായത് സ്ത്രീ പുരുഷ നപുംസകങ്ങൾ, നപുംസകം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തിരിച്ചറിയാൻ പറ്റാത്തത്. ഇപ്പൊ നമുക്ക് മരങ്ങൾ, മലകൾ, നദികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ എന്നറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുവചനത്തെ കുറിക്കുന്നതാണ് ഏത്, സലിംഗ ബഹുവചനം. അപ്പൊ മലകൾ എന്നത് എന്തിനുദാഹരണമാണ്, സലിംഗ ബഹുവചനം. മരങ്ങൾ എന്തിനുദാഹരണമാണ്, സലിംഗ ബഹുവചനം. അതായത് അവിടെ പറയുന്നത് എന്താ, നപുംസക വസ്തുക്കൾ ചേർന്നുണ്ടാകുന്നതിന്റെ ബഹുവചനം എന്ന് പറയുന്നത് കൾ എന്നുള്ളത് ചേർത്ത പദമായിരിക്കും. മല എന്നുള്ളത് മലകൾ, നദി എന്നുള്ളത് നദികൾ, മരം എന്നുള്ളത് അതിന്റെ കൂടകൾ വരുമ്പോൾ മരങ്ങൾ. അപ്പൊ അത് ഏതിലാണ് പെടുക, സലിംഗ ബഹുവചനത്തിലാണ് പെടുക എന്നുള്ളത്. അതാണ് സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ്, സലിംഗ ബഹുവചനം. അപ്പൊ അത് അതിലേക്കൊന്ന് ആഡ് ചെയ്യണം. അതായത് ആ ഒരു ലെസണിൽ എന്ത് ചെയ്തിട്ടില്ല, ഇത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ കാര്യം ഒന്ന് അവിടേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ അതും കൂടെ ചേരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ക്ലിയർ ആവും. പിന്നെ അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് നമ്മൾ സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ 2 എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 മാറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് യാചകൻ എന്നുള്ളതിന് യാചക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് യാചകി എന്നാക്കണം. യാചകൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗം യാചകി എന്നാക്കണം. അതേപോലെ തന്നെ ഭ്രാതാവ് എന്നുള്ളതിന്റെ സ്ത്രീലിംഗം സ്വസ്താവ് എന്നാക്കണം. 2 മാറ്റി പറഞ്ഞത്. യാചകൻ യാചകി എന്നാക്കണം, ഭ്രാതാവ് എന്നുള്ളത് സ്വസ്താവ് എന്നാക്കണം. അപ്പൊ ആ 2 എന്ത് ചെയ്യുക, ഒന്ന് തിരുത്തി എഴുതണം. അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും. അപ്പൊ ആ 2 കാര്യങ്ങൾ, യാചകൻ യാചകിയാക്കണം, ഭ്രാതാവിന്റെ ഓപ്പോസിറ്റ് എന്താക്കണം, സ്വസ്താവ് എന്നാക്കണം. അപ്പൊ ഇത്രയും ഒരു അയൽരാജ്യവും 5 മലയാളം ലെസണുമാണ് നാളത്തേക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അത്രയും നോക്കിയിട്ട് പിന്നെ നമ്മളെ സ്ഥിരം തരുന്ന ഒരു സയൻസിന്റെ ലെസണും, അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്ന സയൻസിന്റെ ലെസണും നിങ്ങൾ ആൾറെഡി ചെയ്തു. ഇനി അടുത്ത ഒരു ലെസൺ അതും കൂടെ ഇതിന്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു സയൻസിന്റെ ലെസൺ, മലയാളം 5 ലെസൺ, ഒരു അയൽ രാജ്യം, മ്യാൻമാർ എന്ന അയൽ രാജ്യം. ഇത്രയും നാളത്തേക്ക് നോക്കുക. അത് നാളെ രാത്രി നമുക്ക് എന്ത് ചെയ്യാം, എക്സാം നടത്താം. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ദിവസങ്ങൾ മാക്സിമം എന്ത് ചെയ്തോളുക, ഉപയോഗപ്പെടുത്തിക്കോളുക. നമുക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ സമയമാണ്, വീട്ടിൽ തന്നെ ഒരേ ഇരിപ്പാണ്, ഭയങ്കര മടുപ്പാണ്, ബോറിംഗ് ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ മടുപ്പും ബോറിങ്ങും ഒക്കെ നമ്മുടെ PSC പഠനത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നാളെ ഒരു ജോലി കിട്ടുമ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ചൊറിയും കുത്തിയിരുന്ന് റൂമിൽ കിടക്കാനുള്ള ആ ഒരു സമയം നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ അതാണ് ചെയ്യുന്നതെങ്കിൽ ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യും, കഷ്ടപ്പെടും. എന്നാൽ ഇപ്പോൾ ഇത്തിരി സമയം കൊടുത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പകരം അവിടെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ചിന്തിച്ചോളുക. ഈ സമയം ആരാണോ നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നത് അവരായിരിക്കും അടുത്ത എക്സാമുകൾ അടിക്കുന്നത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് വർക്കൗട്ട് ചെയ്തോളാം. നാളെ വീണ്ടും കാണാം. താങ്ക്